നമസ്കാരം. ചോറ്റാനിക്കരയിൽ വർഷങ്ങളായി ആൾ താമസമില്ലാത്ത വീട്ടിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയ സംഭവത്തിൽ ചോറ്റാനിക്കര പോലീസ് അന്വേഷണം തുടരുകയാണ്. തലയോട്ടിയിലും അസ്ഥികളിലും കണ്ടെത്തിയ അടയാളം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതായി പോലീസ് അറിയിച്ചു. അസ്ഥികൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ ഇവയുടെ പഴക്കം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ചോറ്റാനിക്കര എരുവേലി ഈസ്റ്റ് പാലസ് സ്ക്വയറിൽ 14 ഏക്കർ പുരയിടത്തിലുള്ള ആൾതാമസമില്ലാത്ത ഇരുനില കെട്ടിടത്തിലാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. വീടിനുള്ളിലെ ഉപയോഗശൂന്യമായിരുന്ന ഫ്രിഡ്ജിൽ 2 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു അസ്ഥികൂട ഭാഗങ്ങൾ. തലയോട്ടിയും വാരിയെല്ലും അടക്കമുള്ള വലിയ അസ്ഥികൾ ഒരു ചാക്കിലും മറ്റൊരു ചാക്കിൽ ചെറിയ അസ്ഥികളുമാണ് കണ്ടെത്തിയത്. കൈവിരലിലെ അസ്ഥികൾ പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകം പൊതിഞ്ഞ നിലയിലും നട്ടലിന്റെ കശേരുക്കൾ നൂലുകോർത്ത കെട്ടിവെച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. കഴിഞ്ഞ 20 വർഷമായി വീട്ടിൽ ആൾതാമസം ഇല്ല. വീടും പരിസരവും കാട് കയറിയ നിലയിലാണ്. സാമൂഹ്യ വിരുദ്ധർ വീട് താവളമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വാർഡ് മെമ്പർ ഇന്ദിരാ ധർമ്മജൻ പരാതി നൽകിയതിനെ തുടർന്ന് ചോറ്റാനിക്കര പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയത്. പുതുവർഷ ദിനത്തിൽ നിരവധി പേർ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാർഡ് മെമ്പർ പോലീസിനെ സമീപിച്ചത്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിൽ അസ്ഥികൾ ഒന്നിലധികം സ്ത്രീകളുടേതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമയായ കൊച്ചിയിൽ താമസിക്കുന്ന ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം താമസിക്കുന്നവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് താമസം മാറിയിട്ട് 20-ലധികം വർഷമായെന്നും 15 വർഷമായി ഇവിടേക്ക് വരാറില്ല എന്നുമൊക്കെയാണ് വീട്ടുടമയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. മാർച്ചിൽ വീട് പൊളിച്ച് പുതിയ പ്രോജക്റ്റ് തുടങ്ങാനിരിക്കെയാണ് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അസ്വാഭാവിക മരണത്തിൽ കേസെടുത്താണ് പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത വീട്ടിൽ അസ്ഥികൂട ഭാഗങ്ങൾ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.